അങ്ങനെ മൂന്നാർ വ്ളോഗ് പാർട്ട് 4 ആണിത്. നാലാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് തിരിച്ചു. ഞങ്ങൾ വാഗമണ്ണിലേക്കാണ് പിന്നീട് പോയത്. പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിരുന്നു. നമ്മുടെ മൂന്നാറിലെ റോഡുകൾ ആ വഴികൾ പോലെയല്ല. ഇവിടെ വലിയ മരങ്ങളും കാട് പോലെയുള്ള പ്രദേശങ്ങളുമായിരുന്നു. ഞങ്ങൾ കട്ടപ്പന വഴി പോകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അതുവഴി തന്നെയാണ് പോയതും. വളരെ വ്യത്യസ്തമായൊരു യാത്രയായിരുന്നു അത്. ഭയങ്കര രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആൾക്കാരൊക്കെ ഉള്ള പ്രദേശങ്ങൾ വളരെ കുറവായിരുന്നു. അതാണ് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മൾ പോയത്. അപ്പോൾ അതിനകത്ത് ഒരു 2-3 വഴികളൊക്കെ ഉണ്ടായിരുന്നു. നാരോ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞങ്ങൾ സെലക്ട് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിൽ വന്നിട്ട് ഉച്ചത്തെ ഫുഡ് കഴിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വാഗമണ്ണിലേക്ക് പോയത്. വാഗമൺ എത്താറായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റി. അവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെയും നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തണുപ്പൊന്നും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. എന്നാലും വാഗമണ്ണിൽ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി. എന്നിട്ടും നല്ല തണുപ്പും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. വെയിലാണെങ്കിൽ കൂടിയും തണുപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. വാഗമണ്ണിലെത്തിയ ഉടനെ ഞങ്ങളൊരു റൂമാണ് പോയി ബുക്ക് ചെയ്തത്. ഒരു ബാൽക്കണിയൊക്കെ ഉള്ള ഒരു വർത്തായിട്ടുള്ള ഒരു റൂമായിരുന്നു കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് വാഗമൺ ടൗണിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ വാഗമണിലെ പൈൻ ഫോറസ്റ്റിലേക്കാണ് ആദ്യം പോയത്. ആദ്യം അവിടെ പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട്, കച്ചവട സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്കൂളിൽ നിന്നും കുട്ടികളും അധ്യാപകരും എല്ലാം അവിടെ പൈൻ ഫോറസ്റ്റ് കാണാൻ അപ്പോൾ എത്തിയിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം പൈൻ ഫോറസ്റ്റിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയും വീഡിയോ എടുക്കുകയും അങ്ങനെ നടന്ന് സ്പെൻഡ് ചെയ്തു. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു അവിടെ കണ്ടത്. എന്നിട്ട് ഞങ്ങൾ നേരെ പോയതെന്ന് പറഞ്ഞാൽ വാഗമണിലെ തന്നെ മെഡോസിലെത്തിയിട്ട് അവിടെ വലിയ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് മൊട്ടക്കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, വെറുതെ സംസാരിച്ചിരുന്നു. ഒരുപാട് നടന്നൊക്കെ ചുറ്റി കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുന്നുകൾ ഇതുപോലെ ഉണ്ട്. അതുവഴിയൊക്കെ കറങ്ങി നടന്നു. അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മുടെ ടൈം എന്തായാലും നമുക്കുണ്ടല്ലോ, അപ്പോൾ അത് സ്പെൻഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്കൂടി വീഡിയോ ഒക്കെ എടുത്ത് വെറുതെ ഒരു രസത്തിലങ്ങ് നടന്നു. എന്നിട്ട് വന്ന് കോഫിയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി കുളിച്ച് റെഡിയായി. പിന്നെ ടൗണിൽ വന്ന് നൈറ്റ് ഫുഡ് കഴിച്ച് തിരികെ റൂമിൽ പോയി. രാവിലെ 11 മണിക്കാണ് നമ്മൾ തിരിച്ചു വന്നത്.